ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടച്ച് ചെയ്യും ഗൈസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പറക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പം ഉള്ളത് മൺറോവിയയിലാണ്. മൺറോവിയയിൽ നിന്നും പ്ലീബോ ഗ്രാൻഡ് ക്രൂ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പം പോകുന്നതിന് പറക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫോമൊക്കെ ഉണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 7 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത്. 7 മണിയായി ഏകദേശം. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫ്ലൈറ്റ് ഇപ്പം എടുക്കുന്നു. ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ്, ചെക്കിങ്, പിന്നെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കാണിക്കണം. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചെറിയൊരു എയർപോർട്ടാണ്, അറിയാലോ. ചാർട്ടേഡ്, ഇത് നമ്മൾ വീഡിയോ കണ്ടവർക്ക് അറിയാം. നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പം ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് ആൾക്കാരുണ്ട്, 8 പേരുണ്ട്. 8 പേര്, ഇവിടെ ഇപ്പോൾ 5 പേരുണ്ട്. വേറെ 1-2 പേരും കൂടെ ഉള്ളൂ. 8 പേരുടെ ചെറിയ ഫ്ലൈറ്റാണ്. സോ ഗൈസ്, നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കെട്ടി വലിച്ചുകൊണ്ട് വരുന്നതുണ്ടോ. സോ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ് ഗൈസ് ഈ കടന്നു വരുന്നത്. മന്ദം 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 കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടൊരു കാഴ്ച. This flight is good actually. That eco flight makes very noise. It's only one engine in front. Pilot also is there. So this flight, our third trip in this flight guys. ലാൻഡ് ക്രൂസർ വണ്ടിക്കകത്ത് നമ്മുടെ ലഗേജാണ് കൊണ്ടുവന്നത്. പൈലറ്റ് ഒക്കെ ചെക്ക് ചെയ്യാണ്. എല്ലാം ടയറും എൻജിൻ ഭാഗവും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പോകാനുള്ള അനുമതി കിട്ടത്തുള്ളൂ. ബാക്കിയിൽ കൂടിയവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ നോക്ക് ഗൈസ്, കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി വേണ്ട പോവാം കേട്ടോ. സോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അടിപൊളി പൈലറ്റും കുറച്ച് സ്റ്റാഫ്സും മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഗൈസ്, നമ്മൾ പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ. പൈലറ്റെല്ലാം റെഡിയാണ്. നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ ഇങ്ങനെ 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 കയറി പോകാൻ. ഓക്കെ, ചെറിയ ഫ്ലൈറ്റാണ്. തല ഉയർത്തിക്കാനായിട്ടുള്ള സ്പേസ് പോലെ ഇല്ല ഗൈസ്. നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പൈലറ്റ്സ് നമുക്ക് he'll give the instructions about our trip and so wait. You good? Weather report from Harper. The rain stopped there, so the skies are a little bit open there, so I think we should be able to get in quite well there. I think there might be a little bit of rain on the way. If there is, it might get a little bit bumpy. We'll restock when we get back. And then there's the safety briefing cards in here as well, which contains all the information I'll give you anyway. Above you on the ceiling for fresh air, you've got the vents. You can a good weekend despite all the rain. We thank you for this flight today, for the better weather, and as we journey all together down to Harper, Father, we just thank you that you're with us, that you care for us, that you love us, most of all that you died for us on the cross. Thank you for the Lord for a new week. Thank you for everyone on board this airplane and the work that they represent, and that you love all of us. In Jesus' name, amen. Amen. Hey, good morning. We're ready for start off for Harper. 6 on board, 5 hours for their fuel, for level 090. സോ ഗൈസ്, നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്ലൈറ്റ് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്ന് പ്രയറെല്ലാം കഴിഞ്ഞ്. ഇതൊരു മിഷണറി ഫ്ലൈറ്റാണ്, ക്രിസ്ത്യൻ മിഷണറി ഫ്ലൈറ്റാണ്. സോ we pray for us and the journey begins with prayer. So wonderful experience ആണ്. എന്തായാലും നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. സോ വെതർ കണ്ടീഷൻ വളരെ ബാഡാണ്. ഇന്നലെ രാത്രി ഇവിടെ മഴ വരുന്നു. പോകുന്ന വഴിക്ക് ഇവിടെ മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അപ്പം അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇവിടെ റൺവേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാർ ഇട്ടതാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ, ഹാർബറിൽ ചെല്ലുമ്പോഴത്തേക്കിനും റൺവേ നല്ല റൺവേ അല്ല. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാഹചര്യങ്ങളെന്ന്. എന്തായാലും
ലെറ്റ്സ് സീ. സോ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫിന് വേണ്ടി എൻജിൻ സ്റ്റാർട്ടായാണ് കേട്ടോ ഗൈസ്. ഒറ്റ എൻജിന് ഒറ്റ പ്രൊപ്പല്ലറുള്ള ഇതാണ്. സോ ഇവിടുത്തെ രണ്ട് രീതിയിലുള്ള ഫ്ലൈറ്റുകളാണ്. ചിറകിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫാനുള്ളതും അല്ലെ പ്രൊപ്പല്ലറുള്ളതും. ഇത് മോണോയാണ്. ഫ്രണ്ടിലൊരു പ്രൊപ്പല്ലർ മാത്രമേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നത് കറങ്ങുന്നത്. ഇനി ഭയങ്കര നോയ്സി ആയിരിക്കും കേട്ടോ. അതുപോലെ ഗൈസ് ഇതിനകത്ത് 6 പേരാണ് ഇപ്പോൾ പോകുന്നത്. 10-12 പേർക്ക് 12 പേരുടെ ഫ്ലൈറ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് 6 പേരെ നമ്മളിപ്പോൾ നിലവിലുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോൾ 8 പേരായിരുന്നു. അങ്ങനെ ഡിപ്പെൻഡ് ഓൺ ദി പീപ്പിൾ ഓഫ് ട്രാവൽ, അതിനനുസരിച്ചാണ് ഇത് പോകുന്നത്. പക്ഷേ സർവീസ് മുടക്കാറില്ല. ക്രിസ്ത്യൻ മിഷണറി ഫ്ലൈറ്റ് ആയതുകൊണ്ട് കൂടുതലും മിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്ത്യൻ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഇതിനകത്ത് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും പബ്ലിക് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനുള്ള മറ്റ് ഫ്ലൈറ്റുകളും ഉണ്ട്. പക്ഷേ അത് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണ്, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. സോ ഗൈസ് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആണ് ഇന്നത്തെ കാഴ്ചകൾ. സോ നമ്മൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പം വെതറിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടുന്ന സ്ക്രീൻ ചെറിയ കംപ്ലൈൻറ്റ്, അത് വർക്കാകുന്നില്ലെന്ന് പറഞ്ഞപ്പം അത് നോക്കാൻ വേണ്ടി ടെക്നീഷ്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചെറിയൊരു താമസം അതിൻ്റെ കാര്യങ്ങൾ. ടെക്നീഷ്യൻസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പടവറുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് നോക്കാൻ വെയിറ്റ് ചെയ്യാം എന്താണെന്ന് അതിൻ്റെ വേണ്ടി. സോ ടെക്നീഷ്യൻസ് വന്നു കേട്ടോ കേസ്. അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ വിഷയം. ഈ ഡിസ്പ്ലേ ആണ് ഓക്കെ ആയിരുന്നു. വെതർ കാണിക്കുന്ന ഡിസ്പ്ലേ ആണത്. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇത് പൈലറ്റാണ്, അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. ടെക്നീഷ്യൻ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയി. ഗൈസ് ഫൈനലി ബാക്ക്. ബായ്ക്കായില്ലേ? ആ ബായ്ക്കായി. ഇതിലാണ് വെതർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം. വീണ്ടും നമ്മൾ എഞ്ചിനൊക്കെ ഓണാക്കി നോക്കുക ഗൈസ്. അതാണ് ഈ വെതർ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന ഡിസ്പ്ലേ ആണ് കേട്ടോ. നമ്മൾ റൂട്ട് മാപ്പ് വെതർ ഡിസ്പ്ലേ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു ഡിസ്പ്ലേ എങ്കിലും ഓഫ് ആകുവാണെങ്കിൽ നമുക്ക് യാത്ര ദുഷ്കരമാകും കേട്ടോ. ഓരോ ഡിസ്പ്ലേയും ഓരോരോ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. സോ എവറിത്തിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഫ്ലൈറ്റ്. സോ നമ്മൾ പതുക്കെ മുമ്പോട്ട് ചലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ റൺവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ മുമ്പോട്ട് പോകുന്നത്. താമസിക്കുന്നത് ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മെയിൻ റോഡാണ്. മെയിൻ റോഡിന് അപ്പുറത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. റൺവേയുടെ ഇൻചാർജും കാര്യങ്ങളൊക്കെയാണ്. ഓരോ എടുത്ത ആൾക്കാരുണ്ട്. ഇവിടുത്തെ മൊൺറോവിയയിലെ ഈ റൺവേയും കാര്യങ്ങളൊക്കെ നല്ല ഓക്കെയാണ്, എല്ലാം സുരക്ഷിതമാണ്. പക്ഷേ ഹാർബറിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ റൺവേ ഒക്കെ വളരെ ശോചനീയാവസ്ഥയിലാണ്. റൺവേ ആയിട്ടൊന്നുമില്ല, ഒരു ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഇപ്പം നേരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഇതെല്ലാം വീടുകളാണ് കേട്ടോ. ഇതെല്ലാം വീടുകളാണ്. നമ്മൾ താമസിക്കുന്ന ആ കാണുന്ന ബോർഡിന് ആ ഭാഗത്തായിട്ടാണ്. ആ കാണുന്ന ബോർഡിന് ആവശ്യമായിട്ടാണ് ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ താമസം. മെയിൻ റോഡാണ് കേട്ടോ. മെയിൻ റോഡിനടുത്താണ് നമ്മളിവിടെ വന്നു. ഇനിയിപ്പം ടേക്ക് ഓഫിലേക്ക് നമ്മൾ പോവാണ്. ഫ്ലൈറ്റ് കറങ്ങി അതാണ് ഗൈസ് റൺവേ. സോ ഇവിടെ നിന്നാണ് നമ്മൾ ടേക്ക് ഓഫിലേക്ക് പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഫ്ലൈ നൗ.
യാത്ര ചെയ്യുന്നത് കടലിന് മുകളിലൂടെ ആയിരിക്കും കൂടുതലും. കാരണം എമർജൻസി ലാൻഡിങ് അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ലാൻഡിങ്ങിന് വേണ്ടി ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗം കടലിന് മുകളിലൂടെയുള്ള യാത്രയാണ്. സോ ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം പോകുന്ന വഴിക്ക് നമുക്ക് തന്നെ ആ മീറ്ററിൽ നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റിൻ്റെ യാത്ര. ആ റെഡ് മാർക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകേണ്ട റൂട്ട് മാപ്പ്. നമുക്ക് കഴിച്ചു നമ്മുടെ ഫ്ലൈറ്റ് ആ റെഡ് മാർക്കിലേക്ക് ചേർന്ന് അതിൽ ആശ്രയിച്ചാണ് മുമ്പിലേക്ക് പോകുന്നത്. റഡാർ സംവിധാനങ്ങൾ കണ്ടോ ഗൈസ്? എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. വളരെ 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 മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. 1, 2, 3 എന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും വീടുകളും കെട്ടിടങ്ങളുടെ മുകളിലൂടെയാണ് നമ്മുടെ യാത്ര. ആ കാണുന്നൊരു നദിയാണ് കേട്ടോ. ആ നദിയാണ് നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് നമ്മൾ കണ്ട ആ തുരുത്തും നദിയിലേക്ക് ചേരുന്ന നദിയാണ് കേട്ടോ ഈ പോകുന്നത്. അങ്ങനെ നമ്മളുടെ കടലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി നമ്മൾ കടലിന് മുകളിലൂടെയാണ് നമ്മുടെ ബാക്കിയുള്ള യാത്ര. ഇവിടെ നിന്നും ഹാർബറിനോട് അടുത്ത് വരെ നമ്മൾ കടലിന് മുകളിലൂടെ യാത്ര ചെയ്യും. ഹാർബർ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ കരയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണ് ഈ യാത്രയുടെ സിറ്റുവേഷൻ. ഇടയിൽ കാലാവസ്ഥ മാറി കേട്ടോ. മഞ്ഞിൽ ഫുള്ള് മഞ്ഞ് മൂടി, മഴയുണ്ട്. നമുക്ക് ചില്ലിലൂടെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വരുന്നത് കണ്ടോ. ഫുള്ള് മഞ്ഞ് മൂടി കഴിച്ചു. ഇങ്ങനെ മഞ്ഞ് മൂടുമ്പോൾ ഫ്രണ്ടിൽ കൂടിയുള്ള കാഴ്ച വിസിബിൾ അല്ല. അപ്പോൾ കൂടുതലും ഡിസ്പ്ലേ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത്. വേഗത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നോക്ക്, നമ്മളിപ്പം ആ കാണുന്നതാണ് കര. കടലിന് മുകളിലൂടെയാണ് നമ്മളിപ്പം നല്ല ദൂരത്ത് മാറിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ യാത്രയിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി സീറ്റുകളൊക്കെ കാലിയാണ്. പുറകിലും 2 പേരേ ഉള്ളൂ. ഒരാൾ നമ്മുടെ റോയിൽ 2 പേര്, 3 റോയാണ്. ഇവിടെ നിന്ന് ദൂരെ കാണുന്നത് കരയാണ് കേട്ടോ. ലൈബീരിയ കരയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കടലിൽ നിന്ന് നല്ല മാറി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം 90,000 എബോവാണ്. ഫ്ലൈറ്റ് പോകുന്ന റൂട്ട് മാപ്പാണ് കാണിക്കുന്നത്. ബാഡ് വെതർ കണ്ടീഷനാണ്. ഭയങ്കര ടർബുലൻസ്, ഭയങ്കര പാടാണ്. നല്ല ഷെയ്ക്കുണ്ട് കേട്ടോ. കാലാവസ്ഥ ഫുള്ള് മാറി കഴിച്ചു. ശാന്തമായിട്ടുള്ള കാലാവസ്ഥയല്ല, നല്ല രീതിയിൽ ടർബുലൻസ് ഉണ്ട്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. താഴെ കാണുന്നത് പാം ട്രീ ആണ് കേട്ടോ. പാം ട്രീ തോട്ടങ്ങളാണ്. ഉൽപ്പാദിപ്പിക്കുന്ന പാം ട്രീ തോട്ടങ്ങളാണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ചില്ലിൽ കൂടി വെള്ളം പെയ്യുന്നതാണ്. ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ ഏകദേശം ഹാർബറിനോട് അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാർബറിനടുത്തുള്ള നദികളും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഫ്ലൈറ്റ് താന്നാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 9,000 ഫീറ്റിൽ നിന്നും 1000 ഫീറ്റിലേക്ക് ഡിസ്റ്റൻസ് കുറച്ചു കേട്ടോ. പൈലറ്റ് ഇപ്പോൾ എവിടെ ഇറക്കണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. റൺവേ തപ്പുന്നുണ്ട് ഗൈസ്. റൺവേ ആ ഭാഗത്തായിട്ട് നമുക്ക് കടൽ കാണാം.
പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ് കടൽ. കടലിങ്ങനെ ലക്ഷ്യമാക്കി റൺവേ ഇപ്പോൾ വിസിബിൾ ആവും. ഗൈസ്, ഇതാണ് റൺവേ. ഇതാണ് റൺവേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ഗൈസ് റൺവേ എന്ന് പറയുന്നത്. ഇവിടേക്ക് വരാൻ വേണ്ടി റൗണ്ട് ചെയ്തിങ്ങനെ നമ്മൾ വരും, എന്നിട്ടാണ് ഇവിടേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റൺവേ എന്ന് പറയുന്നത്. നമ്മൾ ഹാർബറിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹാർബർ അധികം വലിയൊരു ഏരിയ അല്ല, പക്ഷേ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഹാർബറിൻ്റെ അപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ ഗുനിയ എന്ന് പറയുന്ന രാജ്യമാണ് കേട്ടോ. ഐവറി കോസ്റ്റ് മോൾ വശത്തായിട്ട് ഗുനിയ. നമ്മുടെ പൈലറ്റ് അദ്ദേഹം തപ്പുന്നത് കണ്ടു, റൺവേ തപ്പുന്നത്. ഈ സെർച്ച് ഇൻ ദ റൺവേ. സി എത്ര താന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ആ റൺവേ ലക്ഷ്യമാക്കി നമ്മളിപ്പോൾ പറന്നു. അതാണ് ഗൈസ് റൺവേ. അതാണ് റൺവേ. So the flight is about to guys, ഇതാണ് ഹാർബർ സിറ്റി. അത്യാവശ്യം നോക്കുക ഗൈസ്, എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൂടെ നമ്മളിപ്പോൾ റൺവേ ലക്ഷ്യമാക്കി നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഭാഗ്യമുണ്ടെങ്കിൽ റൺവേ ടച്ച് ചെയ്യുന്ന വീഡിയോ നമുക്ക്. അങ്ങനെ നമ്മുടെ ലാൻഡിംഗ് ഗിയർ ഇപ്പോൾ റൺവേയിൽ എത്തും ഗൈസ്. ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടച്ച് ചെയ്യും ഗൈസ്. ഹാർബറിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. നോക്ക്, റൺവേയിൽ ഉള്ള ഓരോരോ ആൾക്കാരെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ഹാർബറിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഹാർബറിലെ പോർട്ട്. നമുക്ക് ഫ്ലൈറ്റ് വരുമ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയുണ്ട്. ബൈക്കൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ. ഫ്ലൈറ്റ് പോയതിന് ശേഷം ഇതിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. അങ്ങനെ നമ്മളിവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതൊരു യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. മഴ ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. സോ ബാക്ക് ഡോർ തുറന്ന് നമ്മളിപ്പോൾ ഇറ്റ് വാസ് എ സേഫ് ജേർണി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ. യെസ്, ഇതാണ് നമ്മുടെ പൈലറ്റ് കേട്ടോ. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ലഗേജസ് കൊണ്ടുപോകാനായിട്ടുള്ള ട്രോളി വരുന്നത് കണ്ടു ഗൈസ്. ചെളിയാണ് കേട്ടോ ഇതിലെല്ലാം. നമ്മുടെ ലഗേജൊക്കെ പുറകിലായിട്ടായിരുന്നു കേട്ടോ. അതെല്ലാം വേണ്ട എടുത്ത് നമ്മളിപ്പം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Welcome. ഓക്കെ. Yeah, welcome here. യെസ്. Finally we touch the harbor. So guys, okay. How are you? Welcome. Yeah, thank you. Okay. How are you, sir? You bring something for me. Plastic bag. Plastic bag. Yeah. Come on. So guys, നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ചെറിയൊരു എയർപോർട്ടാണ്. ഇതിനു മുമ്പേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഹാർബറിൽ നിന്ന് നമ്മൾ ഇതിനു മുമ്പേ വന്ന് പോയിട്ടുള്ളതാണ്. നമുക്കറിയാവുന്ന സ്ഥലമാണിത്. ഇതാണ് നമ്മൾ വന്ന നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ. MAF മിഷൻ ഏവിയേഷൻ ഫെലോഷിപ്പ് ആണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് കേട്ടോ. മിഷൻ ഏവിയേഷൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ വന്നത്. ഇതാണ് കേട്ടോ ചെറിയ ഫ്ലൈറ്റ്. സോ യാത്ര നല്ല യാത്രയായിരുന്നു. ഓക്കെ ആയിരുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു.
ചെറിയ അതായത് കാലാവസ്ഥയുടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സേഫ് ജേണി ആയിരുന്നു. ഇത് നമ്മൾ വന്ന ഫ്ലൈറ്റ് വീണ്ടും പോവാണ് കേട്ടോ. അടുത്ത ഷട്ടിൽ ഇവിടുന്ന് തിരിച്ച് മൊറോവിയയിലേക്ക് പോകാനാണ്. about to start the journey. Guys, അങ്ങനെ ആ ഫ്ലൈറ്റ് അടുത്ത ട്രിപ്പുമായി പോവാണ് കേട്ടോ. തിരിച്ച് മൊറോവിയയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലൈറ്റ് പോകാൻ വേണ്ടി ഇവിടുത്തെ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് റൺവേ. അപ്പോൾ ഇവിടെ ബൈക്കൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പോകാൻ സമ്മതിക്കത്തില്ല. ഇപ്പം ഫ്ലൈറ്റ് ഇതിലെ ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് പറന്ന് വേഗത്തിൽ വന്ന്